ഇത്രയ്ക്ക് ഗതികെട്ടവന്മാർ ഈ ലോകത്തുണ്ടാവും കർത്താവേ എന്നുള്ളത് ആട് സിനിമയിൽ ജയസൂര്യയുടെ ആത്മകഥമാണ്. പ്രശസ്തമായ ഒരു ഡയലോഗാണ്. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് പ്രതിപക്ഷം നിയമസഭയിൽ. ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും പിണറായിയൊക്കെ ഉണ്ടല്ലോ, പിള്ളേരെടുത്തിട്ട് ഉടുക്കുകയാണ് അവിടെ. ഒടുക്കാണ്. ഇന്ന് ഇതുപോലെ PM ശ്രീയുമായിട്ട് രംഗത്ത് വന്നു. നമുക്ക് ഈ എൻ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് കൂടുതൽ അറിയില്ല. അദ്ദേഹം നമ്മുടെ സ്ഥിരം ചർച്ചക്കാരനായിരുന്നു. അദ്ദേഹം ദീർഘകാല MLA ആയിരുന്ന ആളാണ്. മണ്ണാർക്കാട് ആ MLA ആണ്. അദ്ദേഹം മിടുക്കനാണ്. ദിവസം വന്നിട്ട് സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഈ നിയമസഭാ പ്രസംഗങ്ങളൊന്നും നമ്മൾ ഇത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഇന്നിപ്പോൾ ഇത് സഭ കൂടിയപ്പോൾ തന്നെ ഈ അടിയന്തര പ്രമേയം PM ശ്രീയിലേക്ക് വന്നിട്ട് ഇവരിങ്ങനെ കയറുകയാണ്. ഈ PM ശ്രീ കൊണ്ടുവന്നത് ആരാണ്? CPM ആണ്, അല്ലെങ്കിൽ LDF സർക്കാർ. ശരിക്കും മന്ത്രിയപ്പോ കൂടെ സഭയിൽ ഉണ്ടായിരിക്കലോ. അപ്പൊ അദ്രേപൂരെ വാരി കൊടുത്തു. അപ്പൊ ആദ്യം ഇദ്ദേഹം സംസാരിക്കുന്നു, നമ്മുടെ പിണറായി വിജയൻ, അതുപോലെ പി പ്രസാദ് CPIയുടെ മുൻ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാണ് ഇദ്ദേഹം രണ്ടു വട്ടം പ്രസംഗിച്ചു. 2 വട്ടം ഇതിന് മറുപടി പറയുന്നു. അതിനുശേഷമാണ് ഈ കൊണ്ടുവന്നത്. ഈ മന്ത്രിയുടെ അടിയന്തര പ്രമേയത്തിലെ വിശദീകരണം കഴിഞ്ഞോടെ തള്ളുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് വന്നപ്പോൾ PM ശ്രീയെ കുറിച്ച് ഇവർ കത്തിക്കയറുകയാണ്. PM ശ്രീ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇത് RSSന്റെ അജണ്ട നടപ്പാക്കാൻ പോവാണ്. അവർ പതിവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒന്ന് ഒപ്പിട്ടിട്ടാണെന്ന് ഓർത്തോണം. ഈ പദ്ധതിയിൽ ആരാണ് ഒപ്പിട്ടത്? എന്നിട്ട് ഞങ്ങളിത് ഒപ്പിട്ടതേ ഉള്ളൂ, ഞങ്ങൾ നടപ്പാക്കിയിട്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് ഫണ്ട് ഉണ്ടായിരുന്നു. അതാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് മന്ത്രി രണ്ടാമത്തെ ഉത്തരത്തിന് അങ്ങോട്ട് എണീറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ രസകരമായ ഒരു ഡയലോഗ് പറഞ്ഞു. CPIക്കാരൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. ഇത് വളരെ പ്രശസ്തമായ ഒരു ഡയലോഗാണ്. കാരണം ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയിൽ സോമൻ പറയുന്നതാണ്. ഈ സോമൻ പറയുന്ന ഈ ഡയലോഗാണ് സത്യത്തിൽ ആ സിനിമയിൽ ഏറ്റവും ഹിറ്റായ ഡയലോഗ്. ഇത് പിന്നീട് ട്രോളുകൾക്കൊക്കെ വഴിവെച്ചത് ഇത് തന്നെയാണ്. ആ ഒറ്റ ഡയലോഗ് സത്യം പറഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ചിരിച്ചുപോയി. കാരണം അതിനുശേഷം ഇദ്ദേഹം ഈ ശിവൻകുട്ടിയെ എടുത്തങ്ങ് ഉടുത്തു. പഴയ ദേശാഭിമാനിയുടെ ഒരു കട്ടിങ് തലക്കെട്ടിന് അദ്ദേഹം കാണിച്ചു. ഈ PM ശ്രീ നടപ്പിലാക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ ഭാവി എങ്ങനെ കെട്ടിപ്പടുക്കാം, ഈ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വിശദീകരണമാണ്. ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത് ഈ അന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് PM ശ്രീ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയാണ്, അതിൽ എന്ത് പഠിപ്പിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും, അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത്, അതായത് ഈ RSSന്റെ അജണ്ട ഒഴിച്ച് നടപ്പാക്കാൻ ഞങ്ങൾ ശ്രമിക്കും, ആ രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? ഇതിനകത്ത് ആദ്യം ഒപ്പിട്ട് കൊടുത്തത് ഇവരാണ്. ആരും അറിഞ്ഞില്ല. അല്ല, മന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സർക്കാരുകൾ തുടർച്ചയാണ്. നിങ്ങൾ ചെയ്തു വെച്ചിട്ട് പോയത് ഞങ്ങൾ തുടരുന്നു, അത്രേ ഉള്ളൂ. ഒരു സർക്കാർ കേന്ദ്രത്തിന് ഒപ്പിട്ട് കൊടുത്തു. പിന്നെ കേന്ദ്ര പദ്ധതി പൈസ കളയാനൊന്നും പറ്റില്ലെന്നൊക്കെയാണ് കഴിഞ്ഞ ശിവൻകുട്ടി എഴുതി. അപ്പോൾ അതുകൊണ്ട് കൃത്യം നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ പൈസ കളയാൻ കുട്ടികളെ ഭാവിയെ കരുതിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനകത്ത് പുള്ളി പറഞ്ഞത് സർവശിക്ഷ അഭയാന്റെ ഫണ്ട് 1157 കോടി രൂപ കിട്ടാനുണ്ട്. അത് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഒപ്പിട്ടത്. പിന്നെ ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെ പേര് ഒന്നും എഴുതി വെക്കണ്ട, PM ശ്രീ എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. പേരോ പടമോ ഒന്നുമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അതേ ആൾക്കാരാണ് ഇപ്പം. ഏതായാലും മന്ത്രി ഷംസുദ്ദീൻ ഇന്ന് അധികം മറുപടിക്ക് ആലോചിക്കേണ്ടത്. കാര്യം ശിവൻകുട്ടി മന്ത്രിയപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി SCRT മുഖേന നടപ്പാക്കി എന്നുള്ളതും അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണല്ലോ ഇവർ എതിർക്കുന്നത്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഹിന്ദുത്വ അജണ്ട കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് ഇവര് വളരെ കൂളായിട്ട് രക്ഷപ്പെട്ടു പോയ കഥ അദ്ദേഹം പറഞ്ഞു. മന്ത്രി പറയുന്നുണ്ട്. കാരണം ഇവർ ഉപസമിതിയെ ഉണ്ടാക്കി വെച്ചു. ഇത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ, അതായത് CPIക്കാർ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇവരൊരു ഉപസമിതി ഉണ്ടാക്കി വെച്ചു. ആ ഉപസമിതി ഒരു യോഗം പോലും ചേർന്നില്ല. എന്നിട്ട് അത് നേരെ എടുത്ത് ഇവരുടെ തലയിലോട്ട് വെച്ചു കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ആ ഉപസമിതി വെച്ച് പഠിക്കും, പഠിച്ചതിന് ശേഷം ഞങ്ങൾ നടപ്പാക്കുകയുള്ളൂ എന്നുള്ള. ഇതിന്റെ കൂടുതൽ പ്രോസസ് നടന്നത് നിങ്ങളുടെ കാവൽ മന്ത്രിസഭ വരുന്ന കാലത്താണെന്ന് മന്ത്രി ഈ മെയ് 8-നാണ് വന്നത്. അപ്പോൾ നിങ്ങളുടെ കാവൽ മന്ത്രിസഭയാണെന്നും പറഞ്ഞു. എന്താണെങ്കിലും ശരിക്കും ഇവർക്ക് ഈ CPMന് നിയമസഭയിൽ അടിയോടടിയ. കാരണം ഇവരെന്ത് പറഞ്ഞാലും ഇത് ബൂമറാങ് ആയിട്ട്. പിണറായി അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. വെറുതെ ഈ പുതിയ പിള്ളേരെ എന്ന് വരെ ചീത്തവിളി. സത്യത്തിൽ പണ്ട് കരുണാനിധിക്ക് പറ്റിയ അതേ അവസ്ഥയാണ് അല്ലേ? അതാ പിന്നെ ജയലളിതയുടെ കാലത്ത് വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിന് ശേഷം അടുത്ത നിയമസഭ
അതിൽ കരുണാനിധി മാത്രമേ ജയിച്ചുള്ളൂ. അത് കരുണാനിധി ADA ജയിപ്പിച്ച് കൊണ്ടുവന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് തിരിച്ചത് ചെയ്യാൻ 234 സീറ്റ് 233 ADMK ജയിച്ചു. ഒരാള് ഒറ്റയാള് കരുണാനിധി മാത്രം. ഇത് കരുണാനിധി ജയിപ്പിച്ച് കൊണ്ടുവന്നതാണ്. കരുണാനിധിക്ക് അപകടം മനത്ത അങ്ങനെ കൊണ്ട് പോയില്ല. പോയിരുന്ന അവന്മാര് അവിടെ ഇട്ട് ഉടുപ്പ് വലിച്ചു കയറിയില്ല. ഉറപ്പാണ്. പക്ഷേ നിയമസഭയിൽ അവരെ വസ്ത്രാക്ഷേപം ചെയ്തതിന്റെ അവര് കരുണാനിധിയെ വലിച്ചടിച്ച് കൊണ്ടുപോയില്ലേ, വീട്ടിൽ തൂക്കിയെടുത്ത് അറസ്റ്റ് തൂക്കിയെടുത്ത് ഓർക്കുന്നുണ്ടോ? അത് ലൈവായിരുന്നു നിലവിളിക്കുന്നത്. കൊലവണ്ണ കൂടാതെ പറയുന്നുണ്ട് ആ ശബ്ദം. പിന്നീട് ആരോണം വന്നിട്ടുണ്ട്. ഭയങ്കര ഇത് വെച്ചിട്ട് അത് അന്നത്തെ ഒരു അന്ന് എപ്പ TV തുറന്നാലും ഇതേ ഉള്ളൂ, ഇദ്ദേഹത്തെ ഇങ്ങനെ വലിച്ചടിച്ചോണ്ട് പോകുന്നതേ ഉള്ളായിരുന്നു. അപ്പൊ എന്താണെങ്കിലും എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം ശരിക്കും CPM-നെയും CPI-യെയും ഒരുപോലെ പഞ്ഞിക്കിടുന്ന അസുലഭ കാഴ്ചയാണ്. അത് ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ മാത്രമേ ഇതിന്റെ ഒരു ആസ്വാദം മനസ്സിലാവുള്ളൂ. സത്യത്തിൽ എല്ലാം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തു വെച്ചു. അന്ന് ആ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന CPI-ക്കാർ പോലും അന്ന് ഗവൺമെന്റ് ചെയ്തത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതൊന്നും അറിയിച്ചിട്ടില്ല, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇങ്ങനെ ഒപ്പുവെക്കുന്ന കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാം, ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാം, ഭരണഘടനയുടെ ചില പ്രൊവിഷൻസ് വെച്ച് അതിന് വകുപ്പുണ്ടെന്നാണ് പറയുന്നത്. ഈ 5-8 മാസമായിട്ട് ഇത് തൽക്കാലം നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് ഒരു കത്ത് അയച്ചതല്ലാതെ എന്തേ ഈ കേസിന് നിങ്ങൾ പോകാഞ്ഞ്? നിങ്ങളൊരു പ്രതിസന്ധി ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് തലയൂരാൻ, ആ പ്രതിസന്ധിയിൽ നിന്ന് ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾ അങ്ങനെ ഒരു കേസും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അന്ന് സത്യത്തിൽ CPI-നെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും ഇപ്പോൾ പലരും പറഞ്ഞ പോലെ അതൊന്ന് ഉറക്കെ കരഞ്ഞെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ അത്രയും ഒരു പരിഗണിച്ചിരുന്നുള്ളൂ. ഏതായാലും ആട്ടെ. പിന്നെ അദ്ദേഹം പറയുന്നത് NEP ഇവിടെ നടപ്പാക്കുന്നതിന് ഇത് കാരണമാകുമെന്നാണ്. നിങ്ങളെ ഗവൺമെൻറ് NEP നടപ്പാക്കിയിട്ടുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങളെ കാലത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ഹയർ എഡ്യൂക്കേഷനിലെ PM ഉഷ അന്ന് ഒപ്പുവെച്ചതാണ്. ഇന്ന് അതുപ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മളെ ഡിഗ്രി കോഴ്സുകൾ 4 ഇയർ ആയതൊക്കെ അതിൻ്റെ ഭാഗമാണ്. സർ, ഇവിടെ +1-ലും +2-ലും 12 വിഷയങ്ങളിൽ സയൻസാണ് അധികവും. അത് നമ്മുടെ നീറ്റ് പരീക്ഷയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണ്. അവിടെ നിങ്ങൾ NCERT സിലബസാണ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. NCERT എന്താ? NCERT ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ NEP-യുമായി ബന്ധപ്പെട്ടതാണ് സർ. പിന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പിന്നെ ഞങ്ങളിതിൻ്റെ അംബാസഡർ ആക്കാനൊന്നും ശ്രമിക്കരുത്. ഞങ്ങളുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ഈ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ എന്നും ഞങ്ങൾ നിലപാടെടുക്കും, ഇനിയെടുക്കും, ഇതിനു മുമ്പും എടുത്തിട്ടുണ്ട്. സർ, ഒരു വിവാദം ഉണ്ടായത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ സവർക്കറുടെ പാഠഭാഗം പഠിപ്പിക്കാൻ ആരാ തീരുമാനിച്ചത്? അതിനെ ആരാ ന്യായീകരിച്ചത്? സർ, ആരാ ന്യായീകരിച്ചത്? അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് വിവാദം ഉണ്ടായല്ലോ. സീറ്റ് ചോദിച്ച് മറ്റേ ഇദ്ദേഹം വന്നു എന്നും BJP-യുടെ ഇവിടെ സംസ്ഥാനത്തുണ്ടായിരുന്ന പ്രഭാഹരി വന്നു നമ്മുടെ EP ജയരാജന്റെ വീട്ടിൽ. അത് കൊച്ചുമോന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണെന്നാ പറഞ്ഞത്. പ്രഭാരി ജാവേദ്കർ വന്നത് എന്തിനാ? ജാവേദ്കർ എന്തിനാ വന്നത്? ജാവേദ്കർ വന്നത് സീറ്റ് ചോദിക്കാനാണ്. അതിനുശേഷമാണ് തൃശ്ശൂർ സീറ്റ് താലത്തിൽ വെച്ച് കൊടുത്തത്. അങ്ങനെ പലതും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. അങ്ങനെ പലതും ഞങ്ങളെ കൊണ്ട് പറയരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതാ ഈ ഒപ്പിട്ട കരാറിന്റെ ഗുണത്തെക്കുറിച്ച് വീണ്ടും ശിവൻകുട്ടി വാചാലനാകുന്നുണ്ട്. PM ശ്രീ ഫണ്ട് കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ദേശാഭിമാനാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായതിനാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ PM ശ്രീ എന്ന് ചേർക്കണമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ? പദ്ധതിയിൽ ഒപ്പിടാതെ ഫണ്ട് നഷ്ടപ്പെടുത്തിയാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയായും ഇത് കൂടുതൽ ബാധിക്കുക. PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സമഗ്ര ശിക്ഷ കേരളയുടെ 1158.13 കോടിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് അതുവഴി ഉണ്ടാക്കേണ്ട സൗകര്യങ്ങൾ ഈ സംസ്ഥാനത്തെ കുട്ടികൾക്കുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സർ, ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളുണ്ടാക്കി വെച്ച പ്രതിസന്ധി,
അത് വളരെ ക്ലിയറാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് ഒരു പാർട്ടിയായിരിക്കാം, കേരളം ഭരിക്കുന്നത് ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള മുന്നണിയാണ്. പക്ഷേ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട് ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം. ആ കരാറിൽ എല്ലാ പഴുതും അടച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ ഇതിൽ ചെന്ന് നിന്നുകൊടുത്തു. അതായത് കേന്ദ്രത്തിന് മാത്രം പിൻവലിക്കാവുന്ന ഒരു കരാർ, കേന്ദ്രം മാത്രം വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന എല്ലാ മേൽക്കൈയും കേന്ദ്രത്തിനുള്ളത്. ഇന്ന് പറഞ്ഞതിൻ്റെ ഒരംശം ആ കരാറുണ്ടാക്കുമ്പോൾ ശ്രീ പ്രസാദിൻ്റെ പാർട്ടിയോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർ, ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ് ഇതിൽ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടും സംഘപരിവാർ അജണ്ടകൾക്ക് കീഴ്പ്പെടാതെയുമുള്ള ഒരു തീരുമാനമായിരിക്കും ഞങ്ങളിൽ നിന്നുണ്ടാകുക. ഇവിടെ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്നത് തന്നെ ഞങ്ങളൊരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല, ഞങ്ങൾ ഒപ്പുവെച്ചതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞത് ഇതാണ്, മെയ് 8 വന്ന കത്ത്, മെയ് 8 ഒരു കത്ത് വന്നു, ശരിയാണ്. മെയ് 8 വീണ്ടും കേന്ദ്രം കത്തയച്ചു. മെയ് 8 നിങ്ങളുടെ കാവൽ സർക്കാരാണ് ഇവിടെ. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മെയ് 18 അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ളത് ഈ ഒരു ലെറ്ററാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർച്ച എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എപ്പോൾ ആരംഭിക്കും എന്നാണ് ഈ കത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങാത്ത നടപടികളെ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകൂ. അതിൽ യാതൊരു സംശയവും വേണ്ട.